كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഹിജ്റി കലണ്ടർ പ്രകാരം 1446 ദുൽഹിജ്ജ 3 ദുൽഹിജ്ജ മാസത്തെക്കുറിച്ച് ഏറെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവർ തന്നെയാണ് നാം. ഏറെ പുണ്യമാക്കപ്പെട്ട ഒരു മാസം, പ്രത്യേകിച്ച് ആ ദിവസത്തിൻ്റെ ആദ്യത്തെ 10 രാത്രികൾ, 10 പകലുകൾ. ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 10 പകലുകൾ എന്നത് ഏറെ പുണ്യമാക്കപ്പെട്ടതാണ്, മഹത്വമേറിയതാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ, ഹദീസിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയ, പഠിപ്പിച്ച ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ മാസങ്ങളെല്ലാം അള്ളാഹുവിൻ്റേത് തന്നെയാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ മാസങ്ങൾ 12 പടച്ച റബ്ബ് തീരുമാനിച്ചതാണ്. അതിൽ 4 പവിത്രമായി എണ്ണിയ മാസമാണ്. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ്. അതുപോലെ തന്നെ റമദാൻ ഏറെ പ്രതിഫലവും പ്രാധാന്യവും മഹത്വവുമുള്ള ഒരു മാസമാണ്. ഈ 4 മാസങ്ങളിൽ ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നീ മാസങ്ങളെ പവിത്ര മാസങ്ങളായി എണ്ണിയപ്പോൾ അതിൽ തന്നെ ദുൽഹിജ്ജയെ ഏറെ ശ്രേഷ്ഠതയുള്ള, മഹത്വമേറിയ ആ മാസത്തിന്റെ ചില ദിവസങ്ങളിൽ ചില പ്രത്യേകമായ അമലുകൾ വരെ നമുക്ക് നിശ്ചയിച്ചു തന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും ഖുർആനിലുമൊക്കെ എടുത്തു പറഞ്ഞു. ഈ മാസത്തെ അള്ളാഹു സത്യം ചെയ്യാൻ വേണ്ടി ഈ മാസത്തെ ഉപയോഗിച്ചു എന്നതാണ്. ഒരു കാര്യം ഒരാൾ സത്യം ചെയ്തു പറയുമ്പോൾ ഏതൊരു വിഷയത്തെ പിടിച്ചാണോ സത്യം ചെയ്യുന്നത് അതിന് അതിൻ്റെതായ ഗൗരവം കാണണം. അള്ളാഹു സത്യം ചെയ്തു, വൽ ഫജ്ർ വലയാലിൻ അശ്ർ, 10 രാവുകൾ എന്ന് പറഞ്ഞത് യഅനി ദുൽഹിജ്ജ എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിച്ചത്. 10 രാത്രികൾ തന്നെയാണ് സത്യം, അല്ലെങ്കിൽ 10 ദിവസങ്ങൾ തന്നെയാണ് സത്യം എന്നത് അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് നൽകിയ വലിയ സമ്മാനങ്ങളിൽ ഒന്നാണ് ദുൽഹിജ്ജ, പ്രത്യേകിച്ച് ആദ്യത്തെ 10 ദിവസങ്ങൾ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ മുൻ സമുദായങ്ങൾ അപേക്ഷിച്ച് കുറവാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിന്റെയും അതിനുശേഷമുള്ള പല തലമുറകളുടെയും
1000, 500, 300 കാലങ്ങൾ, വർഷങ്ങൾ ജീവിച്ച ചരിത്രം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ 60-നും 70-നും ഇടക്കുള്ള സമയം, അതിനപ്പുറത്തേക്ക് തന്നെ വളരെ കുറവാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഉമ്മത്താണ് നമ്മൾ. എന്നാൽ ഈ ചെറിയ കാലയളവിനുള്ളിൽ വലിയ പ്രതിഫലം കരസ്ഥമാക്കാനുള്ള ഒരുപാട് അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിലേക്ക് തന്നിട്ടുണ്ട്. അതിലൊന്നാണ് റമദാൻ മാസത്തിലെ ലൈലത്തുൽ ഖദർ. ഒരൊറ്റ രാത്രി കൊണ്ട് 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാത്രിയായി പ്രഖ്യാപിക്കുകയും ഏറെ മഹത്വമേറിയ രാത്രിയായി പ്രഖ്യാപിച്ചു പ്രതിഫലങ്ങൾ ഓഫറുകൾ ചെയ്ത ഒരു രാത്രി. എന്നാൽ അതുപോലെ ഏറെ പ്രതിഫലം വാഗ്ദാനം ചെയ്യുകയും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും അല്ലാഹുവിങ്കലേക്ക് ഏറെ സാമീപ്യം നേടാനും പറ്റിയ ഏറ്റവും നല്ല അവസരമായി, മാസമായി, ദിവസങ്ങളായി പഠിപ്പിച്ചതാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, പലരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റമദാനിനെ ഏറെ പ്രാധാന്യത്തോടു കൂടി കാണുന്നു, ഏറെ പ്രാധാന്യത്തോടു കൂടി സ്വീകരിക്കുന്നു, അതിൽ അമലുകൾ ചെയ്യാൻ മത്സരിക്കുന്നു. ശരി, അങ്ങനെ തന്നെ വേണം, യാതൊരു സംശയവുമില്ല. എന്നാൽ അവർ പോലും ഈ ദിവസത്തെ, ഈ ദുൽഹിജ്ജ മാസത്തിലെ പകലുകളെ വേണ്ട രൂപത്തിൽ കാണുന്നില്ല എന്നത് ഒരു സത്യമാണ്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ ദിവസങ്ങൾ പലപ്പോഴും ഏറെ ചേട്ടകരമായ, മഹത്വമേറിയ, എണ്ണിയ ഈ മാസങ്ങളിൽ, ഈ ദിവസങ്ങളിൽ അമലുകൾ ചെയ്യാൻ മത്സരിക്കാതെ, അതിന്റെ വലിയ പ്രാധാന്യം കാണാതെ, പ്രതിഫലം കാണാതെ പോകുന്ന, സാധാരണ മാസങ്ങളെ പോലെ, സാധാരണ ദിവസങ്ങളെ പോലെ ഒരു ദിവസം എന്നതിനപ്പുറം ഒരു പ്രാധാന്യവും കാണാതെ പോകുന്നവരുണ്ട് ഈ ദിവസങ്ങളെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിവസങ്ങളെ കുറിച്ച് പറഞ്ഞത്, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ, ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും അഫ്ളലായ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ദുനിയാവിന് കീഴെ, ആകാശത്തിന് കീഴെ ജീവിക്കുന്ന മനുഷ്യന്മാരോട്, ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരാണ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ, അഫ്ളലായ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാകുന്നു എന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള അമലുകൾ, അള്ളാഹുവിന് ഇഷ്ടമാണ് ഈ ദിവസത്തിലെ അമലുകൾ എന്നത്. മാമിൻ അയ്യാമിൽ അമലു സ്വാലിഹു അഹബ്ബു ഇലല്ലാഹി ഫീഹിന്ന മിൻ ഹാസിഹിൽ അയ്യാം. ദുൽഹിജ്ജയിലെ അഥവാ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ, അമലുകളുണ്ടല്ലോ, അത് മറ്റേതൊരു ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാളും അള്ളാഹുവിനേറെ ഇഷ്ടമാണ് എന്ന്. നോക്കൂ നിങ്ങൾ, ദുൽഖഅദിലും അതുപോലെ തന്നെ മറ്റു 11 മാസങ്ങളിലും അതേപോലെ തന്നെ ദുൽഹിജ്ജയിലെ 10 കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന അമലുകളുണ്ടല്ലോ, അതിനേക്കാളൊക്കെ പടച്ച റബ്ബിന് ഇഷ്ടമുള്ള അമൽ, അത് ചെയ്യേണ്ടെന്നല്ല, അതിനേക്കാളും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ഈ ദിവസങ്ങളിലെ അമലുകളാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേ ആശയം വരുന്ന ഒരു വാചകം മറ്റൊരിക്കൽ പറയുന്നുണ്ട്, ഈ 10 ദിവസങ്ങളിൽ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അഫ്ളലായ മറ്റൊരു സൽക്കർമ്മവുമില്ല, ദിവസത്തെ സൽക്കർമ്മവുമില്ല എന്ന്. ആ സമയത്ത് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, വലൽ ജിഹാദു യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ ജിഹാദിനുമില്ലേ? എന്താ ജിഹാദ് എന്ന് പറഞ്ഞാല്? അള്ളാന്റെ മാർഗത്തിൽ അങ്ങോട്ട് ഇറങ്ങാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ഇറങ്ങാണ്, അതിനുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞു, വലൽ ജിഹാദ്, ജിഹാദിനുമില്ല എന്ന് പറഞ്ഞാൽ ജിഹാദിനേക്കാളും വലിയ പ്രതിഫലമാണ്, ജിഹാദിനേക്കാളും അള്ളാഹുവിന് ഇഷ്ടമാണ് ഈ ദിവസങ്ങളിൽ അമലുകൾ ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഇല്ലാ റജുലുൻ, ഒരു മനുഷ്യന്റെ ജിഹാദ് ഒഴികെ. അത് ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. എന്താണ് ആ മനുഷ്യന്റെ പ്രത്യേകത? അവൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഅ ബിശൈഇൻ, അവൻ അവന്റെ സമ്പത്ത് മുഴുവൻ
അള്ളാന്റെ മാർഗത്തിൽ സമർപ്പിച്ചു. അവന്റെ ശരീരവും പടച്ച റബ്ബിന്റെ മാർഗത്തിലായി ഇറങ്ങിപ്പുറപ്പെട്ടു. പക്ഷേ ഫലം യർജിഅ, അവൻ തിരിച്ചു വന്നില്ല. അവൻ ആ യുദ്ധത്തിൽ അവൻ രക്തസാക്ഷിയായി ഷഹീദായി. അവന്റെ ജീവിതം അവന്റെ നഫ്സ് അവിടെ നഷ്ടപ്പെടുകയാണ്. അവന്റെ ആത്മാവ് നഷ്ടപ്പെടുകയാണ്. അവന്റെ മാല്, അവന്റെ സമ്പത്തും നഷ്ടപ്പെടുകയാണ്. അവന് തിരിച്ചു വന്നില്ല അവന്റെ വീട്ടിലേക്ക്. അവന് മാത്രമാണ് ഇതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളത്. മറ്റെല്ലാ അമലുകളും, ഒരു യുദ്ധം ചെയ്യുന്നത് പോലും, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നത് പോലും ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലിന്റെ താഴെയാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ അറിയണം സഹോദരങ്ങളെ, ഏറെ പ്രാധാന്യമുള്ള, നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസുകളെ കണ്ട് മനസ്സിലാക്കിയ മുൻഗാമികളായ സലഫുകൾ ഈ ദിവസങ്ങളെ ഏറെ പ്രാധാന്യത്തോടു കൂടി കണ്ടിട്ടുണ്ട് എന്നതാണ്. അവർ ഈ ദിവസങ്ങൾ അവഗണിച്ചിട്ടില്ല. ഈ ദിവസങ്ങളെ സാധാരണ മാസങ്ങളെ പോലെ കണ്ടിട്ടില്ല. നമ്മൾ എന്താ ആകെ കണ്ടെന്നറിയോ? നമ്മളെന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിഭാഗം ആളുകളും ഉദ്ഹിയ്യത്ത് ഇറക്കണൊരു ദുൽഹിജ്ജ 1 മുമ്പ് മുടിയും നെഗൊക്കെ വെട്ടി റെഡിയാക്കിയെന്ന് മാത്രം. ഇതല്ലാത്ത എന്തൊരുക്കങ്ങളാണ് സഹോദരങ്ങളെ ദുൽഹിജ്ജയിലേക്ക് കടന്നപ്പോൾ നമ്മൾ എടുത്തത്. ദുൽഖഅദിലില്ലാത്ത എന്ത് ഇബാദത്തുകളാണ്, സൽക്കർമ്മങ്ങളാണ്, ദിക്റുകളാണ് ഈ ദുൽഹിജ്ജയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ദുൽഖഅദിലില്ലാത്ത ഏത് സുന്നത്ത് നിസ്കാരമാണ് ഈ ദുൽഹിജ്ജയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്? നമ്മൾ ആലോചിക്കണം. മഹാന്മാരായ സലഫുകൾ ഈ മാസത്തെ ഒരിക്കലും അവഗണിച്ചിട്ടില്ല. അവർ സാധാരണ മാസത്തെ പോലെ കണ്ടിട്ടില്ല എന്നതാണ്. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു, ഇദാ ദഖല അയ്യാമുൽ അശ്ർ, ഈ ദിവസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദൻ ഹത്താ മാ യഖാദു യഖ്ദിറു അലൈഹി, മറ്റേത് മാസങ്ങളിൽ ചെയ്യുന്ന അമലുകളെക്കാൾ വളരെ ഉന്മേഷത്തോടുകൂടി, വളരെ ഊർജ്ജസ്വലമായിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ അമലുകൾ ചെയ്യാൻ കഠിനമായി അദ്ദേഹം പ്രയത്നിച്ചിരുന്നു, പരിശ്രമിച്ചിരുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയാണ്. കണ്ടോ നിങ്ങൾ, മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സുന്നത്തായ അമലുകൾ, ഫർദിനെ കുറിച്ചല്ല, ഫർദ് അതിൻ്റെതായ കൃത്യമായ സമയത്ത് നിർവഹിക്കണം, അത് വേറെ കാര്യം. എന്നാൽ അതോടൊപ്പം സുന്നത്തായ അമലുകൾ ഈ മാസങ്ങളിൽ വർദ്ധിപ്പിക്കണം. ദിക്റുകളും ദുആകളും ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കണം. മഹാനായ അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഈ മാസത്തെക്കുറിച്ച്, ഈ ദിവസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അശ്റുൽ അവാഖിർ മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ അഫ്ളലു മിൻ ജിഹത്തിൽ ലൈൽ, രാവുകളിൽ വെച്ച് അഥവാ രാത്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ രാവ് റമളാനിന്റെ അവസാനത്തെ 10 രാത്രികളാണ്. കാരണം ലിഅന്ന ഫീഹാ ലൈലത്തുൽ ഖദർ, ആ ദിവസത്തിലാണ് ലൈലത്തുൽ ഖദർ വരുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. എന്നാൽ വൽ അശ്റുൽ അവ്വൽ മിൻ ദിൽഹിജ്ജ അഫ്ളലു മിൻ ജിഹത്തിൻ നഹാർ, പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പകലുകൾ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള പകലുകളാണ്. രാത്രിയിൽ റമദാനിന്റെ അവസാനത്തെ 10 രാത്രികളാണെങ്കിൽ പകലുകളിൽ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള പകലുകളാണ് ഏറെ പുണ്യകരമായിട്ടുള്ളത്, ശ്രേഷ്ഠകരമായിട്ടുള്ളത്. കാരണം ലിഅന്ന ഫീഹാ യൗമ അറഫ വഫീഹാ യൗമുൻ നഹർ, ആ ദിവസങ്ങളിലാണ് അറഫയുള്ളത്, ആ ദിവസത്തിലാണ് ബലികർമ്മമുള്ളത് എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ ദിവസങ്ങൾ വരുന്നത് ഈ ദിവസങ്ങളിലാണ്. അതുകൊണ്ട് ഏറെ പുണ്യമാക്കപ്പെട്ട പകലുകളാണ് എന്ന് പറയുന്നു. മാത്രവുമല്ല മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹി ഈ ദിവസത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ദിവസത്തിന് ഇത്രമാത്രം പ്രാധാന്യം പറയാനുള്ള കാരണം എന്ന് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, സർവ്വ ഇബാദത്തുകളും സമ്മേളിക്കുന്ന ദിവസങ്ങൾ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. മറ്റൊരു ദിവസത്തിലും മറ്റൊരു മാസത്തിലും ഇങ്ങനെയില്ല. ഇസ്ലാമിലെ അടിസ്ഥാനപരമായ ഒന്ന് വഹിയ സ്വലാ, വഹിയ സ്വദഖ, വഹിയ സൗം, അതേപോലെ തന്നെ അൽ ഹജ്ജ്, ഇതുപോലെയുള്ള 4 കർമ്മങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കർമ്മങ്ങൾ, ഇബാദത്തുകൾ, ഇതെല്ലാം സമ്മേളിക്കുന്ന ദിവസങ്ങളാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെ. മറ്റൊരു ദിവസത്തിലും വലാ യതഅത്താ സാലിക ഫീ ഗൈരിഹി, മറ്റു യാതൊരു ദിവസത്തിലും ഇതെല്ലാം ഒന്നിച്ചു വരുന്നില്ല എന്നതാണ്. അല്ലേ?
ഈ ദിവസങ്ങളിൽ നിസ്കരിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നമുക്ക് സ്വതക്കകൾ നിർവഹിക്കാം, സക്കാത്ത് നിർവഹിക്കാം, അതുപോലെ തന്നെ നോമ്പെടുക്കാം, ഹജ്ജുമുണ്ട്. മറ്റേത് ദിവസങ്ങൾ എടുത്തു നോക്കിയാലും മറ്റേത് മാസങ്ങൾ എടുത്തു നോക്കിയാലും ഇപ്പറഞ്ഞ അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകൾ ഒന്നിച്ചു വരുന്ന മറ്റൊരു ദിവസമില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ ദിവസത്തിന് ഏറെ ശ്രേഷ്ഠകരമായത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 വരുന്ന വെള്ളിയാഴ്ച, ഒരു വെള്ളിയാഴ്ച ഇന്ന് കഴിഞ്ഞല്ലോ, അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളാകും. ആലോചിച്ച് നോക്കൂ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ വെള്ളിയാഴ്ച മറ്റു വെള്ളിയാഴ്ചകളെക്കാൾ ശ്രേഷ്ഠകരമാണ് എന്നതാണ്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, യൗമുൽ ജുമുഅ ഫി അശ്രി ദിൽഹിജ്ജ അഫ്ളലു മിനൽ ജുമുഅത്തി ഫി ഗൈരിഹി. ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾക്കുള്ളിൽ കടന്നു വരുന്ന, ആ 10ന്റെ ഉള്ളിൽ കടന്നു വരുന്ന വെള്ളിയാഴ്ചകളുണ്ടല്ലോ, അത് മറ്റേതൊരു വെള്ളിയാഴ്ചത്തെക്കാളും കൂടുതൽ മികച്ചതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള സാമീപ്യം, പടച്ച റബ്ബിന്റെ ഇഷ്ടം, അള്ളാഹുവിന്റെ പ്രതിഫലം ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ഏറ്റവും നല്ല എളുപ്പമുള്ള ശ്രേഷ്ഠകരമായ മാസമാണ് ഈ മാസം എന്നതാണ്. ഇന്നത്തെ ഖുതുബയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ ദിവസത്തിന്റെ പ്രത്യേകതകളൊക്കെ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് തൗബകൾ വർദ്ധിപ്പിക്കണം, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണം, വതൂബു ഇലല്ലാഹി ജമീഅ, ധാരാളമായി പടച്ച റബ്ബിലേക്ക് നിങ്ങൾ തൗബ ചെയ്തു മടങ്ങണം. യാ അയ്യുഹല്ലദീന ആമനൂ തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹാ, ആത്മാർത്ഥമായ തൗബ അത് ഈ ദിവസങ്ങളിൽ ഉണ്ടാകണം. ഈ ദിവസങ്ങളുടെ മറ്റൊരു പ്രത്യേകത, അള്ളാഹുവിനെ ധാരാളമായി ദിക്റുകൾ ചെയ്യേണ്ട ദിവസമാണ് ഈ ദിവസങ്ങളെ. 2 കഴിഞ്ഞില്ലേ? 3 അല്ലേ കഴിഞ്ഞത്? നമ്മൾ മനസ്സിലാക്കണം. 3 കഴിഞ്ഞു, 4ാമത്തേതിലേക്ക് പ്രവേശിച്ചു. നമ്മൾ എന്ത് ദിക്റുകൾ, ഞാൻ പറഞ്ഞല്ലോ, എന്ത് ദിക്റുകളും സ്വലാത്തുകളുമാണ്, ദുൽഖഅദിലില്ലാത്ത എന്ത് ദിക്റുകളും ദുആകളുമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ വർദ്ധിപ്പിച്ചത്. അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്തുൽ ഹജ്ജിലെ 28ാമത്തെ ആയത്ത്, വയദ്കുറുസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കണം. കുറച്ചൊന്നല്ല, അവിടെ പറഞ്ഞ വാചകം നോക്കൂ നിങ്ങൾ, വയദ്കുറുസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്, ധാരാളമായി ഓർക്കണം. അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ ദിവസങ്ങളിൽ? റസൂലുള്ളാഹിന്റെ വാചകം, ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്, ധാരാളമായി തക്ബീറുകൾ ചൊല്ലണം, ധാരാളമായി തഹ്ലീലുകളും തഹ്മീദുകളും തസ്ബീഹുകളും വർദ്ധിപ്പിക്കണം. ഈ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അതാണ്. സുബ്ഹാനല്ലാഹ് വർദ്ധിപ്പിക്കണം, അൽഹംദുലില്ലയും അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലയും തുടങ്ങിയ തക്ബീറുകളും തഹ്മീദുകളും തസ്ബീഹുകളും തഹ്ലീലുകളും ഒക്കെയായി ഈ ദിവസങ്ങളിൽ നമ്മൾ മുന്നേറണം എന്നതാണ്. ദുൽഹിജ്ജ 1 മുതൽ തക്ബീറുകൾ ആരംഭിക്കണം. നമ്മൾ പെരുന്നാൾ തക്ബീറല്ലാറില്ലേ, അതുപോലത്തെ തക്ബീർ ദുൽഹിജ്ജ 1 മുതൽ നമ്മൾ ആരംഭിക്കേണ്ടിയിരുന്നു. നമ്മൾ ചൊല്ലിയോ തക്ബീർ? എത്ര ആളുകൾക്ക് തക്ബീർ ചൊല്ലാൻ കഴിഞ്ഞു? നമ്മളെ വീട്ടിൽ മക്കളൊക്കെ ഇല്ലേ, ആ മക്കളൊക്കെയായി കൂടെ ഇരുന്ന് തക്ബീർ ചൊല്ലി. നമ്മൾ വിചാരിച്ചത് പെരുന്നാൾ വരുമ്പോൾ ചൊല്ലാനുള്ളത് മാത്രമാണ് തക്ബീർ. അല്ല, ബലിപെരുന്നാളിന്റെ പ്രത്യേകത ദുൽഹിജ്ജ 1 മുതൽ അയ്യാമുത്ത ശരീക്ക് അവസാനിക്കുന്നത് വരെ തക്ബീറുകൾ വർദ്ധിപ്പിക്കണം എന്നതാണ്. നമ്മൾ വർദ്ധിപ്പിക്കണം. നമ്മളെ വീട്ടിലെ മക്കളൊക്കെ ഇല്ലേ, ആ മക്കളൊക്കെ ആയി കൂടിയിരുന്നു കൊണ്ട് തക്ബീറുകൾ വർദ്ധിപ്പിക്കണം. നമ്മൾ തക്ബീർ ചൊല്ലണം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അങ്ങാടിയിലേക്ക് ഇറങ്ങുമായിരുന്നു. വകാന ഇബ്നു ഉമർ യഖ്റുജാനി ഇല സൂഖി ഫി അയ്യാമിൽ അശ്രി യുകബ്ബിറാൻ വയുകബ്ബിറുൻ നാസു ബിതക്ബീരിഹിമാ. ഈ ദിവസങ്ങളിലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന, മാർക്കറ്റിലേക്ക്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങും. എന്നിട്ട് ഉറക്കെ തക്ബീർ ചൊല്ലുന്നു. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചൊല്ലുമ്പോൾ ആളുകളും അത് ഏറ്റു ചൊല്ലുമായിരുന്നു എന്ന് നമ്മൾ കാണാൻ. എല്ലാവരും കേൾക്കണം, നമ്മുടെ മക്കൾ കേൾക്കണം. നമ്മൾ തക്ബീർ ചൊല്ലണം, കൂടിയിരുന്നു കൊണ്ട് ചെല്ലണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്നഹു കാന യുകബ്ബിറു ഫീ ഖുബ്ബത്തിഹി ബിമിനാ, മിനയുടെ ഉയർന്ന ഒരു സ്ഥലത്ത് കയറി നിന്നുകൊണ്ട് അദ്ദേഹം തക്ബീർ ചൊല്ലുമായിരുന്നു. മിന അല്ലേ,
മിന കണ്ടിട്ടുണ്ടല്ലോ നമ്മളൊക്കെ. ആ മിനയുടെ ഉയർന്ന സ്ഥലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കയറി നിൽക്കും. എന്നിട്ട് അദ്ദേഹം തക്ബീർ ചൊല്ലും. ഫയസ്മഉഹു അഹ്ലുൽ മസ്ജിദ് ഫയുകബ്ബിറൂന. തൊട്ടടുത്തുള്ള പള്ളിയിലെ മുഴുവൻ ആളുകളും ആ തക്ബീർ കേൾക്കുകയാണ്. അവരെല്ലാവരും തക്ബീർ ചൊല്ലുന്നു. ഫയുകബ്ബിറു അഹ്ലുൽ അസ്വാഖ് ഹത്താ തർതജു മിനാ തക്ബീറൻ. അങ്ങനെ അങ്ങാടിയിലുള്ളവരും ഈ തക്ബീർ കേൾക്കും, അവരും തക്ബീർ ചൊല്ലുമായിരുന്നു എന്നാണ്. കണ്ടോ നിങ്ങൾ? ദുൽഹിജ്ജ 1 മുതൽ അയ്യാമുത്ത തശ്രീഖ് അവസാനിക്കുന്ന, എപ്പോഴാണ് അയ്യാമുത്ത തശ്രീഖ് അവസാനിക്കുക? ദുൽഹിജ്ജ 13. അവിടെ ആ സമയം വരെ നമുക്ക് ധാരാളമായി തക്ബീറുകൾ വർദ്ധിപ്പിക്കാം. എന്നാൽ നമസ്കാര ശേഷം ചൊല്ലുന്ന തക്ബീർ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് തക്ബീർ എല്ലാവരുണ്ടല്ലോ, അത് അറഫ ദിവസം മുതൽ അഥവാ ദുൽഹിജ്ജ 9 അന്ന് സുബ്ഹി മുതൽ അയ്യാമുത്ത തശ്രീഖ് അവസാനിക്കുന്നത് വരെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. സ്വഹാബത്തും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമസ്കാര ശേഷം ഒന്നിച്ചിരുന്നു കൊണ്ടുള്ള തക്ബീർ ചൊല്ലല് അറഫ ദിവസം മുതൽ ദുൽഹിജ്ജ 9 അന്ന് സുബ്ഹി മുതൽ മതി. പക്ഷേ മറ്റു സമയങ്ങളിലൊക്കെ മഹാനായ താബിഈ വര്യൻ മൈമൂൻ ഇബ്നു മിഹ്റാൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അദ്റക്തുന്നാസ് വഇന്നഹും ലയുകബ്ബിറൂന ഫിൽ അശ്ർ. ഞാൻ കണ്ടു എന്നാണ്, ജനങ്ങളെ ധാരാളമായി ഞാൻ കണ്ടു ഈ ദിവസങ്ങളിൽ തക്ബീർ ചൊല്ലുന്നത് എന്ന്. അപ്പോ ഈ സമയങ്ങളിൽ ധാരാളമായി തക്ബീറുകൾ ചൊല്ലുക. അയ്യാമുത്ത തശ്രീഖ് അവസാനിക്കുന്നത് വരെ ധാരാളമായി തക്ബീറുകൾ ചൊല്ലുക. തഹ്ലീലുകളും തഹ്മീദുകളും തസ്ബീഹുകളും വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. സുന്നത്തായ നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. റവാത്തിബ് പലപ്പോഴും സമയം കിട്ടാതെ എഴുന്നേറ്റു പോകുന്നവരുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒന്ന് ഒരൽപ്പം സമയമെടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരൽപ്പം മറ്റു കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ഇപ്പറഞ്ഞ സുന്നത്തായ അമലുകൾ ചെയ്യാൻ, ഖുർആൻ പാരായണം ചെയ്യാനൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ സമയം കാണുക. ധാരാളമായി അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്തു മടങ്ങുക. ഇതൊക്കെയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ 10 ദിവസങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ദുൽഹിജ്ജ 9 ആണ്. ദുൽഹിജ്ജ 9 ആണ്. ഈ 10ൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ദുൽഹിജ്ജ 9 ആണ്. മറ്റു ദിവസങ്ങൾക്ക് പ്രാധാന്യമില്ല എന്നല്ല, പക്ഷേ ആ ദിവസങ്ങൾക്ക് പ്രാധാന്യമുള്ളതോടൊപ്പം തന്നെ അതിൽ തന്നെ ഏറ്റവും അഫ്ദലായ ദിവസം ദുൽഹിജ്ജ 9. എന്തേ കാരണം? അന്നാണ് അറഫയുള്ളത്. ആ ദിവസത്തിന്റെ പ്രാധാന്യം യഥാർത്ഥത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് ഒരു ജൂതൻ പഠിപ്പിച്ചിരുന്നുണ്ട്. ഒരു ജൂതൻ പറഞ്ഞു തരുന്നുണ്ട്. ഒരിക്കൽ ഒരു ജൂതനായ മനുഷ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു എന്നാണ്. അപ്പൊ വിളിച്ചു, യാ അമീറൽ മുഅ്മിനീൻ, അമീറൽ മുഅ്മിനീൻ, ആയത്തും ഫീ കിതാബികുൻ ബിക്കും, നിങ്ങളുടെ ഖുർആനിൽ ഒരായത്തുണ്ട്, തഖ്റഊനഹാ ലൗ അലൈനാ മഅശറൽ യഹൂദി നസലത് ലത്തഖദ്നാ ദാലിക്കൽ യൗമ ഈദാ. ആ ആയത്ത് ഞങ്ങൾക്കായിരുന്നു അവതരിപ്പിക്കപ്പെട്ടിരുന്നത് എങ്കിൽ ഞങ്ങൾ ആ ദിവസത്തെ ഈദാക്കുമായിരുന്നു, ആഘോഷത്തിന്റെ ഉത്സവത്തിന്റെ ദിവസമാക്കുമായിരുന്നു. ജൂതൻ ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയ്യു ആയ, ഏതാണ് ആയത്തെന്ന് ചോദിക്കുമ്പോ ജൂതൻ ഓതിക്കൊടുക്കുകയാണ് സൂറത്തുൽ മാഇദയിൽ ആയത്ത്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം റബ്ബിദാ മതത്തെ പൂർണ്ണമാക്കി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിൽ ആയത്ത്. ഇത് ജൂതൻ ഓതിക്കൊടുക്കാം. എന്നിട്ട് ജൂതൻ പറയാ, ഈ ആയത്ത് ഞങ്ങൾക്കായിരുന്നു അവതരിപ്പിക്കപ്പെട്ടിരുന്നത് എങ്കിൽ ആ ദിവസം ഞങ്ങൾ ഉത്സവ ദിവസമാക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഖദ് അറഫ്നാ സാലിക്കൽ യൗം, ശരിയാണ്, ആ ദിവസം ഏതാണെന്ന് ഞങ്ങൾക്കറിയാം, ആ ആയത്ത് അവതരിച്ച ദിവസം ഏതാണെന്ന് ഞങ്ങൾക്കറിയാം. വൽ മക്കാൻ, ആ ആയത്ത് അവതരിച്ച സ്ഥലം ഏതാണെന്നും ഞങ്ങൾക്കറിയാം, ആ ആയത്ത് അവതരിച്ച ദിവസവും സമയവും ഞങ്ങൾക്കറിയാം. അല്ലദീ നസലത് ഫീഹി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഖായിമുൻ ബിഅറഫത്തി യൗമ ജുമുഅ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ ദിവസം ദുൽഹിജ്ജ 9 അറഫ ദിവസത്തിൽ നിൽക്കുന്ന സമയത്താണ്
അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ആയത്ത് അവതരിച്ചത് അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഓർക്കാണ്. എന്ന് പറഞ്ഞാൽ അത്രയേറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ദുൽഹിജ്ജ 9 എന്ന് പറഞ്ഞാൽ. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. നമ്മൾ കേട്ടിട്ടില്ലേ? ഹജ്ജിലെ മറ്റേത് കർമ്മങ്ങൾ നഷ്ടപ്പെട്ടാലും അവന് പ്രായശ്ചിത്തമുണ്ട്, പക്ഷേ അറഫയിൽ നിൽക്കൽ നഷ്ടപ്പെട്ടാൽ അവന് പിന്നെ ഹജ്ജില്ലെന്നാണ്. അറഫയുടെ ആ ബൗണ്ടറിക്കുള്ളിൽ ആ മനുഷ്യൻ കയറിയിരിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും അവൻ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിരിക്കണം. നമ്മൾ പലപ്പോഴും ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയാറില്ലേ, ഹജ്ജിന് വേണ്ടി അവിടെ എത്തിപ്പെട്ട മുഴുവൻ ആളുകളും, കുറെ ആളുകൾ പല അസുഖങ്ങളാലും ഹോസ്പിറ്റൽ ICUവിൽ കിടക്കുന്നവരെ പോലുന്ന എല്ലാവിധ സജ്ജീകരണങ്ങളോട് കൂടിയ ഒരൽപ്പം ശ്വാസം ബാക്കിയുണ്ടെങ്കിൽ അവിടത്തെ ഗവൺമെന്റ് എല്ലാവിധ സജ്ജീകരണങ്ങളോട് കൂടിയ ആംബുലൻസിൽ ആ അറഫയുടെ ബൗണ്ടറിക്കുള്ളിൽ ഒന്ന് കയറ്റി ഇറക്കുന്നതാണ്. ഒന്ന് കയറിയാൽ മതി, അല്ലെങ്കിൽ അവന് അറഫയുടെ പ്രതിഫലം കിട്ടില്ല എന്ന, ഹജ്ജിന്റെ പ്രതിഫലം കിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രയേറെ ശ്രേഷ്ഠമുള്ള ഒരു ദിവസം. അന്നത്തെ ദുആ, ഖൈറുദ്ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും നല്ല ദുആ അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണ്. ഏറ്റവും നല്ല പ്രാർത്ഥന, ഏറ്റവും ഖൈറായ പ്രാർത്ഥന അന്നത്തെ ദുആ. ആകാശത്തിന് കീഴെയുള്ള ഏറ്റവും നല്ല പകലേതാ? അതും ദുൽഹിജ്ജ 9 അന്ന് പകലാണ്. മാമിൻ യൗമിൻ അഫ്ദലു ഇൻദല്ലാഹി മിൻ യൗമി അറഫ, അറഫയേക്കാൾ അഫ്ദലായ മറ്റൊരു ദിവസം അല്ലാഹുവിങ്കലില്ല. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഫ്ദലായ ദിവസം ഏതെന്ന ചോദ്യത്തിന്റെ ഉത്തരം അറഫയാണ്. അല്ലാഹ് ഇറങ്ങി വരികയാണ്. യൻസിലുല്ലാഹു തആല ഇലസ് സമാഇ ദുനിയാ ഫയുബാഹി ബി അഹ്ലിൽ അർളി അഹ്ലസ് സമാ. അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സമുദ്രം പോലെ പരന്നു കിടക്കുന്ന ആ വെള്ള വസ്ത്രമണിഞ്ഞ മനുഷ്യന്മാരെ നോക്കി, ഹാജിമാരെ നോക്കി അള്ളാഹു അഭിമാനത്തോടുകൂടെ മാലാകമാരോട് സംസാരിക്കുന്ന ദിവസം. ഇനിയോ അല്ലാഹ് പറയുകയാണ്, ഹൗലാഇ ഇബാദി. മലക്കുകളെ വിളിച്ചിട്ട് പറയാണ്, അല്ലാഹ് പറയാണ്, ഖുദ്സിയായ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുക. അല്ലാഹ് പറയും മലക്കുകളോട്, ഹൗലാഇ ഇബാദി, ഇതാ എന്റെ അടിമകൾ വന്നിരിക്കുന്നു. ജാഊനി, അവർ വന്നിരിക്കുന്നത് ശുഅസൻ ഗുബ്റാ, അവർ ക്ഷീണിച്ചിട്ടാണ്, പ്രയാസപ്പെട്ടിട്ടാണ്, നടന്ന് യാത്ര ചെയ്ത് ദേഹമൊട്ടാകെ പൊടിപടലങ്ങളുണ്ട്, ക്ഷീണിച്ചു കൊണ്ടുവന്നവരാണവർ. മിൻകുല്ലി ഫജ്ജിൻ അമീക്, മലയിടുക്കുകളിലൂടെ, അതുപോലെ തന്നെ ഒട്ടകപ്പുറത്ത് വാഹനങ്ങളിലായി നടന്നുകൊണ്ടൊക്കെ പ്രയാസപ്പെട്ടു വന്നവരാണവർ. യർജൂന റഹ്മതി വയഖാഫൂന ഇബാദി. എന്തിനാണവർ വന്നത്? യർജൂന റഹ്മതി, ഒറ്റ പ്രതീക്ഷയുള്ള, ഒറ്റ കാര്യം, ഒറ്റ ആഗ്രഹമേ അവർക്കുള്ളൂ, അള്ളാഹുവിന്റെ റഹ്മത്ത് അവർക്ക് വേണം. അതിനാണ് അവർ വന്നത്. വയഖാഫൂന അസാബി, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ്, റബ്ബിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടാണ് അവർ വന്നിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹ് പറയുന്ന ഒരു മനോഹരമായ വാചകമുണ്ട്. അള്ളാഹ് മലക്കുകളോട് പറയാണ്, വലം യറൗനി, അവർ ഇതുവരെ എന്നെ കണ്ടിട്ടില്ല. അള്ളാഹിനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ലല്ലോ. ഈ വന്ന ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ആരും എന്നെ കണ്ടിട്ടില്ല. എന്നിട്ട് അള്ളാഹ് ചോദിക്കാണ്, ഫകൈഫ ലൗ റഊനി, അവരെങ്ങാനും എന്നെ കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്നെ കാണാതെ തന്നെ എന്റെ പ്രതിഫലം, എന്റെ റഹ്മത്ത് ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് അവർ ഇവിടെ ഒരുമിച്ച് വരുന്നു. എന്നെ ഭയപ്പെട്ടുകൊണ്ട്, എന്ന് പറഞ്ഞാൽ എന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് വരുന്നു. എന്നാൽ ഫകൈഫ ലൗ റഊനി, എന്നെ അവർ കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അള്ളാഹു മലക്കുകളോട് ചോദിക്കുന്നു. എന്നിട്ട് പറയുന്ന അടുത്ത വാചകം എന്നറിയോ? ഫലൗ കാനത് സുനൂബുഹും അദദൽ റംലി ഔ അദദൽ ഖത്രി ഔ സബദൽ ബഹർ, അവർ ചെയ്ത തിന്മ എന്തു ആവട്ടെ, ഇനി ഇതിനേക്കാൾ അപ്പുറം പറയാനില്ല. ഭൂമിയിലെ മണൽത്തരിയോളം തിന്മകൾ ചെയ്തവരായാലും, സമുദ്രത്തിലെ നുരകളോളം തിന്മകൾ ചെയ്തവരായാലും, എല്ലാം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇതാണ് ഹജ്ജിനുള്ള പ്രതിഫലം. ആ അറഫയിലേക്ക് എത്തിപ്പെട്ട മുഴുവൻ ആളുകളുടെയും എല്ലാ പാപങ്ങളും അള്ളാഹ് പുറത്തു കൊടുക്കുന്നതാണ്. അവരുടെ ജീവിതത്തിൽ എന്തും ചെയ്യട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചുകൊണ്ട് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട് അവിടെ കയറിയാൽ എല്ലാ പാപങ്ങളും അള്ളാഹ് പുറത്തു കൊടുക്കും. ഇനി അവർക്ക് മാത്രല്ല കേട്ടോ,
ഇതവർക്ക് മാത്രല്ല, ഫഖദ് ഗഫർതു ലക്കും വലിമൻ ശഫഅതും ലഹു, അവർക്ക് മാത്രല്ല, അവർ ആർക്കൊക്കെ വേണ്ടി ദുആ ചെയ്തോ അവർക്കും. അതുകൊണ്ട് നമ്മൾ യാത്രയപ്പൊക്കെ നൽകിയപ്പോൾ, അല്ലെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് കുറെ ആളുകൾ യാത്ര ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, നിങ്ങൾ അവിടെ പോയി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണമെന്ന്. നമ്മുടെ പ്രതിനിധികളാണവർ, മുസ്ലിം ലോകത്തിന്റെ പ്രതിനിധികളാണവർ. അവിടെ വെച്ചവർ ദുആ ചെയ്താൽ അവർ ആരുടെയൊക്കെ പേര് പറഞ്ഞോ അവരുടെയൊക്കെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. നമ്മൾ പലപ്പോഴും ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ യാത്ര ചോദിക്കുമ്പോൾ വലിയ കാര്യമായിട്ട് കാണാറില്ല. അതൊക്കെ സാധാരണ പോണ പോലെയല്ലേ? അല്ല, ഇതൊരു സാധാരണ പോക്കല്ല. അള്ളാഹുവിന്റെ അതിഥിയായി പടച്ച റബ്ബിന്റെ ക്ഷണം സ്വീകരിച്ചു കൊണ്ടുപോകുമ്പോൾ ആ അറഫയിലേക്ക് കയറിയാൽ അവിടെ വെച്ചൊന്ന് ദുആ ചെയ്താൽ ആ ദുആക്ക് പടച്ച റബ്ബ് ഉത്തരം നൽകും. അവർക്ക് മാത്രല്ല, അവർ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോ അവർക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അവരുടെയൊക്കെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ഒരു അറഫാ ദിവസത്തിന്റെ വൈകുന്നേരം സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനെ വിളിച്ചു, യാ ബിലാൽ അൻസുത്തി ലിയന്നാസ്, ബിലാലെ ജനങ്ങളോടൊക്കെ ഒന്നെന്നെ ശ്രദ്ധിക്കാൻ പറ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാ റസൂലുള്ളാഹിക്ക് ഒരു കാര്യങ്ങളോട് പറയാനുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ലക്ഷക്കണക്കിന് സ്വഹാബികൾ ഒരുമിച്ച് കൂടി അറഫയിലാണ് കേട്ടോ. ഈ ഒരു ചെറിയ ഹാളിൽ പോലും സംസാരം കേൾക്കണമെങ്കിൽ എന്തൊക്കെ സംവിധാനങ്ങൾ വേണം. എന്നാൽ അറഫ മൈതാനിയിൽ അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചപ്പോൾ ഇതുപോലെ ഒരു സംവിധാനവുമില്ല. ലക്ഷക്കണക്കിന് സ്വഹാബത്ത് അവിടെയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ വിളിച്ചു, മആശിറന്നാസ്, ജനങ്ങളെ, അതാനി ജിബ്രീലു ആനിഫൻ, ഇതാ ജിബ്രീൽ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഫഅഖറഅനി മിൻ റബ്ബിയ സലാം, എന്തിനാ വന്നെന്നറിയോ? റബ്ബിന്റെ സലാം എന്നെ അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ ഗഫറ ലി അഹ്ലി അറഫാത്തിൻ വ അഹ്ലിൽ മശ്അർ വളമിന അൻഹുമുത് തബിആത്ത്, ഈ അറഫയിലെത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹ് പുറത്തു കൊടുത്തിരിക്കുന്നുവെന്ന സന്തോഷ വർത്തമാനം ഇതാ ജിബ്രീൽ എന്നെ അറിയിച്ചിരിക്കുകയാണ്. ഫഖാമ ഉമർ ഇബ്നുൽ ഖത്താബ്, ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് എഴുന്നേറ്റു നിന്നാണ്. എന്നിട്ട് ചോദിച്ചു, ഫഖാല യാ റസൂലല്ലാഹ് ഹാദാ ലനാ ഖാസ്, അല്ലാഹുവിന്റെ റസൂലേ, ഇത് ഇവിടെ ഈ വർഷം വന്ന ആളുകൾക്ക് മാത്രമാണോ? അറഫയുടെ ബൗണ്ടറിയിലേക്ക് കയറി എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അത് റസൂലിനോടൊപ്പം ഹജ്ജ് ചെയ്യുന്ന, ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമുള്ളതാണോ? റസൂലുള്ളാഹി പറഞ്ഞു, ഹാദാ ലക്കും, നിങ്ങൾക്കും, വലിമൻ അതാ ബഅദകും ഇലാ യൗമിൽ ഖിയാമ. മനസ്സിലായല്ലോ? ഖിയാമത്ത് നാൾ വരെ ദുൽഹിജ്ജ 9 അറഫാ ദിവസം ഈ ഭൂമിയിലേക്ക് ആരൊക്കെ എത്തിപ്പെട്ടോ അവർക്കൊക്കെ. ആലോചിച്ച് നോക്കിയേ, അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ ഈ എത്രയോ ഭൂമിയുണ്ട് അല്ലെ, എത്രയോ വിശാലമായി കിടക്കുന്ന സ്ഥലമുണ്ട്. എന്നാൽ അതിൽ ഈ അറഫയുടെ ബൗണ്ടറിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭൂമി. അന്ന് അവിടെ വെച്ചൊരാൾ ദുആ ചെയ്താൽ അവന്റെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കും. അന്നാണ് നരകത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകളെ മോചിപ്പിക്കുന്നത്. നമ്മളൊക്കെ ആ ദിവസം പ്രത്യേകമായി ദുആ ചെയ്യണം കേട്ടോ. നമ്മൾ വിചാരിച്ചു അറഫാ ദിവസം തന്നെ ആകെ ഒരു നോമ്പുണ്ട്, എന്നാൽ ഹജ്ജിന് പോയ ആളുകൾക്കാണ് ബാക്കി, നമുക്കൊന്നുമില്ല എന്നാണ്. അങ്ങനല്ല, ആ ദിവസം ആത്മാർത്ഥമായി തൗഹീദിന്റെ പ്രഖ്യാപനം നടത്തണം. ഏതാണ് പ്രഖ്യാപനം? ഏതാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഹജ്ജിന് പോകുന്ന ഒരു ഹാജി അറഫാ ദിവസം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അന്ന് നോമ്പുണ്ട്, അറഫാ ദിവസം നോമ്പുണ്ട്. 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും. സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനതല്ലതി ഖബ്ലഹു വസ്സനതല്ലതി ബഅദഹു. അന്നത്തെ ദിവസത്തിന്റെ നോമ്പിന്റെ പ്രത്യേകത, ഒരു ദിവസത്തിന്റെ നോമ്പിന് 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും. സുബ്ഹാനല്ലാഹ്. എന്നാലോചിച്ച് നോക്കിങ്ങളെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ നോമ്പെടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നോമ്പെടുത്താലേ 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കും. ഒന്നേതാ? കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെയും. രണ്ടാമത്തേതേതാ? ഇനി വരാനിരിക്കുന്ന 1 വർഷത്തെ പാപങ്ങൾ. ഇപ്പൊ കഴിഞ്ഞു പോയ പാപങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി, പക്ഷെ വരാനിരിക്കുന്ന പാപങ്ങൾ എങ്ങനെ? പണ്ഡിതന്മാർ വിശദീകരിച്ചത് 2 രൂപത്തിലാണ്. ഒന്നുകിൽ ഇനി വരാനിരിക്കുന്ന 1 വർഷം, അടുത്ത അറഫ വരെയുള്ള ദിവസത്തിൽ പാപങ്ങൾ ചെയ്യുന്നതിൽ നിന്നും അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഇങ്ങനെ വരുമ്പോഴേക്കും പടച്ച റബ്ബ് മാറ്റിക്കൊണ്ടു. ഇതാണ് ഒന്നാമത്തെ വിശദീകരണം. രണ്ടാമത്തെ വിശദീകരണം, എന്തെങ്കിലും പാപങ്ങൾ ചെയ്തു പോയാലും മരണത്തിന് മുൻപായി തൗബ ചെയ്യാനുള്ള അവസരം തരും.
ഇതാണ്. മനുഷ്യന്മാരാണല്ലോ, തെറ്റും അബദ്ധമൊക്കെ വരാലോ. അങ്ങനെ വന്നാലും മരണത്തിന് മുൻപായി തൗബ ചെയ്യാനുള്ള അവസരം തരും. ഇതാണ് ഈ ദിവസത്തെ നോമ്പിന്റെ പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇങ്ങനെ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ ഈ സമയങ്ങളിലൊക്കെ അള്ളാഹുവിലേക്ക് ധാരാളമായി നമ്മൾ അടുക്കുക. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും പിശാച് നമ്മെ മറപ്പിക്കുകയാണ്. ഇപ്പൊ യൂസഫ് നബിയുടെ കഥ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, പിശാച് നമ്മളെ ബോധപൂർവം മറപ്പിക്കും പല കാര്യങ്ങളും. ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല, രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ അറിയാത്ത ആരായി കൂട്ടത്തിലുള്ളത്? പക്ഷേ ഇന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് ദുആ ചെയ്ത് എഴുന്നേറ്റവർ വളരെ കുറവായിരിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ദുആ ചൊല്ലാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? വാഹനത്തിൽ കയറുമ്പോഴുള്ള ദുആ ചൊല്ലാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പള്ളിയിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും, ബാത്റൂമിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും, ഭക്ഷണം കഴിക്കുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും ദുആ ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഇല്ലല്ലോ. പക്ഷെ അതൊക്കെ പലരും മറക്കാണ്. അതാണ് ഞാൻ ബോധപൂർവമായ മറക്കൽ എന്ന് പറഞ്ഞത്. അതിനെയാണ് പിശാച് മറപ്പിക്കുക എന്ന് പറയുക. യൂസഫ് നബിയുടെ കഥ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അത് ബോധപൂർവമായ മറക്കലാണ്, കേവലം മറക്കലല്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണെന്നറിയോ? വിശുദ്ധ ഖുർആൻ അതിന്റെ കാരണം പറയുന്നുണ്ട്. ഇന്നഹാ ഉലാഇ യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ സഖീലാ. വല്ലാതെ ഇഷ്ടമാണ് ദുനിയാവിന് ഇഷ്ടപ്പെടണ്ടെന്നല്ല, പക്ഷേ ദുനിയാവിന് ഇഷ്ടപ്പെടുകയും പരലോകത്തെ മറക്കുകയും ചെയ്യുന്നു. ഇതാണ് പ്രശ്നം. ദുനിയാവിന് ഇഷ്ടപ്പെട്ടോ, ദുനിയാവിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം, കഷ്ടപ്പെടണം, ദുനിയാവിന് ഇഷ്ടപ്പെടണം. അതുകൊണ്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചത്. വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. പരലോകം മാത്രം പോരെ, ഇഹലോകവും വേണം. പക്ഷേ ഇഹലോകത്തെ ഇഷ്ടപ്പെടുന്നതോടൊപ്പം പരലോകത്തെ ഇഷ്ടപ്പെടാനും അതിന് പ്രാധാന്യം കാണാനും സാധിക്കുന്നില്ല പലർക്കും. ദുനിയാവിന് ഇഷ്ടപ്പെടുകയും ദുനിയാവിന്റെ പിന്നാലെ പോവുകയും ചെയ്യുമ്പോൾ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ സുന്നത്തായ അമലുകൾ ചെയ്യാൻ പോലും നേരില്ല, സ്വതക്കുകൾ ചെയ്യാൻ സമയമില്ല. കഴിയുമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ സ്വതക്കുകൾ ചെയ്യാം. സക്കാത്തിനെ കുറിച്ചല്ല, സക്കാത്ത് എന്തായാലും നമ്മൾ നിർവഹിക്കണം, പക്ഷേ സ്വതക്കുകൾ ചെയ്യാനുള്ള അവസരമില്ലേ? പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ അവസ്ഥകൾ നിങ്ങൾ കാണുന്നതല്ലേ. നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പറമ്പിൽ വെള്ളം കയറുമ്പോ തൊട്ടടുത്ത വീട്ടിൽ, ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ കയറിയാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയാൻ പറ്റുന്നവർ, തൊട്ടടുത്ത വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ സ്വതക്ക ചെയ്തൂടെ? ഇല്ലേ? അതിനൊക്കെയുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ ഈ ദിവസങ്ങളെ, അവസരമായി ഈ ദിവസങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തും. വലിയ പൈസ ഒന്നും വേണമെന്നൊന്നുമില്ല, നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്താൽ അള്ളാഹുവിങ്കൽ വലിയ പ്രതിഫലമായി മാറും എന്ന കാര്യം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാണ്. ഈ ദിവസങ്ങളിൽ, ഈ മാസങ്ങളിലൊക്കെ പറഞ്ഞല്ലോ, ഈ മാസത്തിലെ ദിവസങ്ങളിൽ വലിയ പ്രാധാന്യവും പ്രത്യേകതയൊക്കെ നമ്മൾ പറഞ്ഞത്. എന്നാൽ ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിൽ തുടങ്ങിയ സോഷ്യൽ മീഡിയകളിൽ ധാരാളം മെസ്സേജുകൾ നമ്മൾ കണ്ടു. എന്നാൽ അക്കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ലാത്ത കുറെ കാര്യങ്ങൾ കൂടി. ഒന്ന്, ദുൽഹിജ്ജ മാസത്തിലെ 1-ാം രാത്രിയിൽ സൂറത്തുൽ ഹജ്ജ് ഓതിയാൽ അവൻ ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാതെ മരിക്കൂല എന്നാണ്. എന്നിട്ട് അതിന്റെ മുന്നിൽ കാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കും. അതുപോലെ തന്നെ ഈ 10 രാത്രികളിൽ സൂറത്തുൽ ഫജ്ർ ആദ്യത്തെ ആയത്തുകൾ, ആദ്യ 2 ആയത്തുകൾ ഒരു തവണ ഓതണം എന്നാണ്. എല്ലാ രാത്രിയിലും വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്നെന്ത് ചെയ്യണം? ഇതിങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കണം 2 പ്രാവശ്യം. അതേപോലെ തന്നെ കുറേ പ്രാർത്ഥനകളുണ്ട്, കുറേ പ്രാർത്ഥനകൾ ഈ വിഷയത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ 1-ാമത്തെ ദിവസം ചെല്ലേണ്ടത്, 2-ാമത്തെ ദിവസം ചെല്ലേണ്ടത്, 3-ാം, അങ്ങനെയൊക്കെ. ഇതൊന്നും റസൂൽ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് ഫജ്ർ ഓതാം, നിങ്ങൾക്ക് ഹജ്ജ് ഓതാം, എന്തും ചെയ്യാം. പക്ഷെ ഇന്ന ദിവസം ഹജ്ജ്, ഇന്ന ദിവസം ഫജ്ർ, ഇന്ന ദിവസം, അങ്ങനെയില്ല. നബി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിക്കാത്തൊരു കാര്യം പ്രത്യേകമായ ഒരു പുണ്യമുണ്ട്, സമയത്ത് ചെയ്താൽ അത് ഇന്ന പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ ചെയ്താൽ അത് ബിദ്അത്തായി മാറും. അത് സുന്നത്തല്ല. മറിച്ച് ഈ പറഞ്ഞ രൂപത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമുക്ക് ധാരാളം അമലുകൾ ചെയ്യാം. അതിൽ ഫജ്ർ ഓതാം, യാസീൻ ഓതാം, അതുപോലെ തന്നെ ഹജ്ജ് ഓതാം, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, പ്രാർത്ഥനകൾ നടത്താം. ഒരു പ്രശ്നമില്ല എന്ന് മാത്രമല്ല, ചെയ്യണം. ഈ ദിവസങ്ങളിലെ ആദ്യത്തെ 10 ദിവസത്തെ നോമ്പെടുക്കാം, 9 ദിവസം നോമ്പെടുക്കാം എന്ന് പറഞ്ഞവരുണ്ട്. അതല്ല, 9-ാമത്തെ ദിവസമാണ് ശക്തമായ സുന്നത്തി എന്നും മറ്റു ദിവസങ്ങളിൽ തുടർച്ചയായി നോമ്പെടുത്തിട്ടില്ല എന്ന് ചില റിപ്പോർട്ടുകൾ പ്രകാരം പറഞ്ഞതായും കാണുന്നു. ഇത് രണ്ടിനെയും വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നത് വലിയ സുന്നത്താണ്, വലിയ പ്രതിഫലമാണ് എന്നതുകൊണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ നോമ്പെടുത്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാം. നബി അങ്ങനെ 9 ദിവസം നോമ്പെടുത്തു എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. മറിച്ച് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കാം.
നോമ്പിന് വലിയ പ്രതിഫലമുണ്ടല്ലോ, ആ രൂപത്തിൽ നോമ്പെടുക്കാം. ഇനി അതല്ല, ഒരു റിപ്പോർട്ട് സ്വഹീഹായി വന്നത് പ്രകാരം അതിന്റെ അടിസ്ഥാനത്തിൽ 9 ദിവസം നോമ്പെടുക്കുന്നുണ്ടോ, അങ്ങനെയും ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യുക. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വരാത്ത ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലും അമലുകൾ ചെയ്യാൻ പാടില്ല എന്നുകൂടെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. ഒറ്റക്കാര്യം, ദുൽഹിജ്ജ 9 അറഫ എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം സൗദിയിലും നമുക്കൊക്കെ ഒരുപോലെയാണെങ്കിലും നാട്ടിൽ ഒരു ദിവസം വൈകിയിട്ടാണ് എന്നതുകൊണ്ട് തന്നെ പലരും ചോദിച്ചിട്ടുമുണ്ട് ഞങ്ങൾ എന്നാണ് എന്ന്. ഒറ്റ ഉത്തരേ അതിനുള്ളൂ, നമ്മുടെ നാട്ടിൽ എന്നാണോ ദുൽഹിജ്ജ 9 അന്നാണ് അറഫായുടെ നോമ്പ് നമ്മൾ എടുക്കേണ്ടത്. അതാണ് ശരിയായ രൂപവും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വരുന്ന വീഴ്ചകളെ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളിൽ മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. അവർക്ക് നീ സന്തോഷം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളിലും ഇണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, നീ ഒരുപാട് നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ ദുനിയാവിലെ മറ്റനുഗ്രഹങ്ങളെല്ലാം, ഞങ്ങളുടെ കുടുംബം, അതെല്ലാം നീ നൽകിയ വലിയ വലിയ അനുഗ്രഹങ്ങൾ തന്നെയാണ് നാഥ. ഈ അനുഗ്രഹങ്ങളിൽ നിന്റെ ബറക്കത്തും റഹ്മത്തും നിലനിർത്തി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചു മരണപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ നാഥ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.